ഹായ് പ്രിൻസസ്കൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ സമ്മറിൽ മേക്കപ്പ് മെൽറ്റ് ആകുന്നുണ്ടോ? അത് നമുക്കൊരു ബിഗ്ഗസ്റ്റ് പ്രോബ്ലം അല്ലേ? ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ് ന്യൂ ട്രിക്കാണ്, സ്വെറ്റ് പ്രൂഫും നാച്ചുറൽ ഗ്ലോവും ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കണ്ടാലോ? ആദ്യം തന്നെ നമുക്ക് മുഖമൊന്ന് തണുത്ത ക്യൂബ് അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ തന്നെ ഒന്ന് കഴുകാം. അപ്പം നമ്മളുടെ പോൾസൊക്കെ ടൈറ്റാവും, സ്വെറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ലൈറ്റായിട്ടുള്ള മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. ജെൽ മോയ്സ്ചറൈസറാണ് നല്ലത്. അടുത്തത് നമ്മൾ സൺസ്ക്രീനും ഫൗണ്ടേഷനും മിക്സ് ചെയ്യുകയാണ്. കാരണം നമുക്ക് സെപ്പറേറ്റ് ലെയർ വേണ്ടല്ലോ. സൺസ്ക്രീനും ഫൗണ്ടേഷനും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് ഫീല് തോന്നും, നാച്ചുറൽ ഗ്ലോയും തോന്നും. ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എന്ന് വെച്ചാൽ ടോക്കിൻ്റെ സൺസ്ക്രീനും ലാക്മിയുടെ ഫൗണ്ടേഷൻ ക്രീമുമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അത് രണ്ടും നല്ല രീതിക്ക് മിക്സ് ആക്കണം നമ്മൾ. എന്നിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് ബ്ലെൻഡാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു നാച്ചുറൽ ഗ്ലോ ഇൻസ്റ്റൻ്റ്ലി കിട്ടും. കട്ട പിടിക്കുകയോ സ്വെറ്റ് ആകുകയോ ഒന്നും ചെയ്യില്ല. ഫൗണ്ടേഷൻ ഇടുന്നതിനേക്കാളും മുമ്പ് കുറച്ച് കോമ്പാക്ട് പൗഡറും കൂടി ഇട്ട് കൊടുക്കണേ. അതാണ് പ്രോ ഹാക്ക്. അപ്പോൾ അത് നമ്മൾ ഓയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. ഞാൻ എടുത്തേക്കുന്ന കോമ്പാക്ട് പൗഡർ മെബിലൈൻ്റെ ആണ്. അടുത്തത് നമ്മൾ ക്രീം ബ്രഷും കോണ്ടൂറും കൂടി മിക്സ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. സമ്മറിൽ മാക്സിമം നമ്മൾ പൗഡറായിട്ടുള്ള പ്രൊഡക്ട്സ് അവോയ്ഡ് ചെയ്യുക. ക്രീം പ്രൊഡക്റ്റാണ് ബെസ്റ്റ്. നാച്ചുറൽ ഫിനിഷും കൂടി കിട്ടും ക്രീം പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ. ഞാൻ യൂസ് ചെയ്ത കോണ്ടൂർ എൻവൈബയുടെ ആണ്. ബ്ലഷ് സ്വിറ്റ്സ് ബ്യൂട്ടിയുടെയുമാണ്. ഹെവി ഐ മേക്കപ്പ് അവോയ്ഡ് ചെയ്യുക. മസ്കാര പ്ലസ് സാധാ കാജൽ തന്നെ മതിയാവും, ഇനഫ്. ഞാൻ യൂസ് ചെയ്യുന്ന മസ്കാര ഇൻസൈറ്റിൻ്റെയും കാജൽ എൻവൈബയുടെയുമാണ്. ഈ രണ്ട് പ്രോഡക്റ്റ് മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി, നല്ല നാച്ചുറൽ ലുക്ക് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ഒരു സാധാ ലൈറ്റ് ഷെയ്ഡുള്ളൊരു ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളുടെ ലുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ആവും. ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് ലാക്മിയുടെയാണ്. ഞാൻ ഭയങ്കര ലൈറ്റ് ഷെയ്ഡാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ലിപ് ബാം കൊടുത്താലും മതി. ഇനി നമ്മൾ സെറ്റിംഗ് സ്പ്രേ അടിച്ച് നമ്മളുടെ മേക്കപ്പ് അവസാനിപ്പിക്കാം. നമ്മൾ മേക്കപ്പ് തുടങ്ങണേക്കാളും മുമ്പേ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ട് സെറ്റിംഗ് സ്പ്രേ അടിക്കാം. അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടും നമ്മൾ സെറ്റിംഗ് സ്പ്രേ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മേക്കപ്പ് അങ്ങനെ ലോങ് ലാസ്റ്റ് ആയിട്ട് നിൽക്കും. നമ്മൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സാൻഡ്വിച്ച് മെത്തേഡ് പോലെ നമുക്ക് അങ്ങനെ മേക്കപ്പ് നിലനിർത്താൻ പറ്റും. എൻ്റെ സെറ്റിംഗ് സ്പ്രേ ഫേസസ് കാനഡയുടെ ആണ്. ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല ഗ്ലോയിങ് ഉണ്ട്, കട്ടകുത്തലോ ഒന്നുമില്ല. ഈ ചെറിയ ലുക്ക് തന്നെ ധാരാളമായിരിക്കും നമുക്കൊരു ചെറിയ ഫങ്ഷനോ എന്തെങ്കിലും പോകുമ്പോൾ തന്നെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കൂടുതൽ ബ്യൂട്ടി ഹാക്കിന് വേണ്ടി കമൻറ്റ് ചെയ്യുക, നെക്സ്റ്റ് ഏതാണ് വേണ്ടതെന്ന്. അപ്പോൾ ഓക്കെ, ബൈ പ്രിൻസസ്സുകൾ.